നമ്മളൊരു 90 ദിവസത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ബാക്ക് പാക്കിംഗ് ട്രിപ്പിന് ഇറങ്ങിയതാണ്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കോലാലംപൂർ. ആൻഡ് ഫസ്റ്റ് ഡേ തന്നെ നല്ല മഴയാണ്. നമ്മുടെ കുറേ പ്ലാനുകളൊക്കെ ഇന്ന് നടക്കുന്നു തോന്നുന്നില്ല. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ സിറ്റി കാണാനായിട്ട് ഒരു രക്ഷയില്ല. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ നൗ. ചൈന ടൗണിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഫുഡ് സ്പോട്ട് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡക്ക് റൈസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത് കഴിക്കാൻ കുറച്ച് പാടായിരുന്നു. ചൈന ടൗണിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ക്ലാങ് റിവറിൻ്റെയും ഗോംബാക്ക് റിവറിൻ്റെയും മീറ്റിംഗ് പോയിന്റിലെത്താം. അവിടെയാണ് ഫേമസ് ആയിട്ടുള്ള ജമാക്ക് മസ്ജിദ് ഉള്ളത്. കോലാലംപൂരിൻ്റെ വൺ ഓഫ് ദ ഫേമസ് ലാൻഡ്മാർക്കാണ് ഈ ജമാക്ക് മസ്ജിദ്. 1909 പണി കഴിഞ്ഞ ഈ മസ്ജിദിന് മുഗൾ സ്റ്റൈലിനെ റിസംബിൾ ചെയ്യുന്ന ആർക്കിടെക്ചറാണുള്ളത്. കോലാലംപൂരിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മസ്ജിദാണിത്. മസ്ജിദിൻ്റെ അടുത്തൂടെ നമുക്ക് നടക്കാനായിട്ട് നല്ലൊരു പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാത്ത് വഴി ജസ്റ്റ് 1 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തും. 1894 ബ്രിട്ടീഷുകാർ അഡ്മിനിസ്ട്രേഷന് വേണ്ടി പണിതൊരു ബിൽഡിംഗ് ആണിത്. ഈ ഏരിയനെ വിളിക്കുന്ന പേര് മർഡേക്ക സ്ക്വയർ എന്നാണ്. മലേഷ്യയുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് നടന്നിട്ടുള്ള സ്ഥലമാണിത്. അതുപോലെ എല്ലാ വർഷവും മലേഷ്യയിലെ ഇൻഡിപെൻഡൻസ് ഡേ പരേഡ് നടക്കുന്നത് ഇവിടെ തന്നെയാണ്. അടുത്തത് ഞങ്ങൾ പോയത് ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. ഈ സ്ഥലങ്ങളൊക്കെ തൊട്ടടുത്ത് ആയതുകൊണ്ട് ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റും. നമ്മൾ ഈ കാണിച്ച സ്ഥലങ്ങളൊക്കെ തമ്മിൽ 200-300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ചേച്ചി കാണാൻ നല്ല രസമുള്ളൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ രക്ഷയില്ലാത്ത സ്മെല്ലും ആയിരുന്നു. കുറേ ആൾക്കാർ ഇവിടെ വാങ്ങാനായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ പേരാണ്. പുട്ട് ബാമ്പു എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മുടെ പുട്ട് പോലെയൊക്കെ തന്നെയാണ്. അരിപ്പൊടിയും കപ്പപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് മുളംകുറ്റിയിൽ കയറ്റിയിട്ട് ആവി കയറ്റിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ പുട്ടൊന്ന് കഴിച്ചു നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര കിടില ടേസ്റ്റാ. ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക തരം ടേസ്റ്റാണ്. അടുത്തത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ടോഫൂഫ എന്നൊരു ചൈനീസ് ഡെസേർട്ടാണ്. ഇത് ടോഫു വെച്ചാണ് ഉണ്ടാക്കുന്നത്. ടോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയ് മിൽക്ക് വെച്ചുണ്ടാക്കുന്ന പനീർ പോലത്തെ ഒരു ഐറ്റമാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവറേ ഉള്ളൂ. ഒരു ജിഞ്ചറിൻ്റെ പോലത്തെ ടേസ്റ്റാണ്. ജിഞ്ചറിൻ്റെ പോലത്തെ ടേസ്റ്റാണ് അത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു മധുരം. നമ്മൾ ഈ ട്രൈ ചെയ്യുന്ന ഡ്രിങ്കിൻ്റെ പേര് എയർ മാത്ത ക്യുസിങ് എന്നാണ്. CNN വേൾഡിലെ മോസ്റ്റ് ഡെലിഷ്യസ് ഡ്രിങ്ക്സിൽ 6th റാങ്ക് കൊടുത്തേക്കുന്ന ഡ്രിങ്കാണിത്. ചൈന ടൗണിലെ ഈ ഷോപ്പിലാണിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത്. സ്മോക്കി ആയിട്ടുള്ള ടേസ്റ്റ്. നമ്മൾ ഇതേവരെ ഇങ്ങനത്തെ ഒരു ടേസ്റ്റുള്ളത് കഴിച്ചിട്ടില്ല. ഇത് മോങ് ഫ്രൂട്ട് എന്നൊരു ഫ്രൂട്ടും ലോങ്കൻ എന്ന് പറയുന്ന ഫ്രൂട്ടും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഹെൽത്തി എന്നാണ് പറയുന്നത്. ടേസ്റ്റ് കുഴപ്പമില്ല. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ 3 മാസം കൊണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കുറേ ഓഫ് ബീറ്റ് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. വിയറ്റ്നാമിൽ ലാവോസും ആയിരിക്കും കൂടുതലുണ്ടാവുക. അവിടുത്തെ ലോക്കൽ ലൈഫ് ഫുഡൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഈ യാത്ര ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായി കാണാം.